ഭക്തിക്ക് നവലക്ഷണങ്ങളാണ് പറയുക സാധാരണ. ശ്രവണം, കീർത്തനം ചെയ്യുക, സ്മരണം, പാരസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് ഭക്തിയുടെ 9 ലക്ഷണങ്ങൾ. ശ്രവണം, കീർത്തനം. അപ്പോൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ശ്രവിക്കുക, അതൊന്ന്. പിന്നെ കീർത്തനം, അത് പറഞ്ഞത് കേട്ടതിനെ കീർത്തനം. പിന്നെ ഭഗവാനെ ഉള്ളിൽ സ്മരിക്കുക. ശ്രവണം, കീർത്തനം ചെയ്യുക, സ്മരണം, പാദസേവനം. ഭഗവാന്റെ പാദസേവനം ചെയ്യാനായിട്ട് തയ്യാറാണ്. ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ പാദസേവനം ചെയ്യണം. പാദസേവനം. അർച്ചനം, വന്ദനം, ദാസ്യം. ഭഗവാനെ അർച്ചിക്കാനായിട്ട് സാധിക്കണം, ചെയ്യുക. പിന്നെ വന്ദനം, ഭഗവാനെ വന്ദിക്കുക. അപ്പോൾ ഭഗവാന് യഥാർത്ഥത്തിൽ വന്ദനം എന്ന് പറയുമ്പോൾ നേരെ സാഷ്ടാംഗ പ്രമാണാവോ എങ്ങനെയാണ്. പിന്നെ സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ഭഗവാനും തമ്മിലുള്ളതായിരിക്കുന്ന ഒരേ ഒന്ന് തന്നെയാണ്. സഖി എന്നുള്ള ഭാവത്തിൽ വരണം എന്നാണ്. അതാണ് സഖ്യം എന്ന് പറയുന്നത്. ഞാനും ഭഗവാനും വേറെയല്ല. പിന്നെ ആത്മനിവേദനം എന്നാണ്. ഭഗവാന് വേണ്ടിയിട്ട് സർവസ്വം സമർപ്പിക്കാനുള്ള ഒരു ബോധം വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാധാരണ മനസ്സിലാക്കാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നല്ല ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകും. ഇപ്പോൾ പിന്നെ സൗകര്യങ്ങളനുസരിച്ചിട്ട് പെട്ടെന്ന് കയറാനുള്ളതായിരിക്കുന്ന ടിക്കറ്റ് ഉണ്ട്, VIP ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഭക്തിയുടെ ലക്ഷണങ്ങളേ അല്ല. അപ്പോൾ നാമം ജപിച്ച് പോകുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് പറയുക, ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭഗവാന്റെ ദാസനാണ് എന്ന് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം വന്നപ്പോൾ കുറച്ച് കടലാസ് ഒരു ഭാഗത്ത് കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? സാധാരണഗതിയിൽ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കുറച്ച് ചവറ് കിടക്കണം. നേരെ ഒന്നുകിൽ മേൽശാന്തിയുടെ വരാതെ പറയും, അല്ലെങ്കിൽ ജോലിക്കാർ പറയും, കണക്കിൽ കണ്ടില്ലേ, ഇല്ല ചെയ്യാൻ ശമ്പളം മേടിക്കണമെന്നിരിക്കും. ഇത് ഇയാൾക്ക് കൊണ്ട് അപ്പുറത്ത് കൊണ്ട് കളയാവുന്നേ ഉള്ളൂ. അങ്ങനെ ആരും ചെയ്യാറില്ല, ഒരാളും ചെയ്യാറില്ല. ഇവിടെ ക്ഷേത്രത്തിൽ കുറച്ച് അവരിവിടെ കിടക്കണമെങ്കിൽ സ്വയമായിട്ട് കൊണ്ടേ കളയണം. അതാണ് ദാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദാസഭാവത്തിൽ ഭഗവാനെ സേവിക്കണം.